അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ ഐറ്റമാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഇത് നമ്മുടെ ചോറിനൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതും കുറച്ച് തൈരും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഇത് കത്തിരിക്ക പൊടി മസാല. ഇത് സിമ്പിളാണ്. ഒരു മസാല എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു സ്പൈസി ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഒരു പൊടി മസാലയാണ് കേട്ടോ. അത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു കത്തിരിക്ക കൂട്ട്. ഇത് തൈര് കൂട്ടി കഴിക്കാൻ ഗംഭീരമായിരിക്കും. തൈരോ മോരോ ചോറും അതിൻ്റെ കൂടെ ഈ ഒരു കത്തിരിക്ക പൊടി മസാലയും കൂടി ചേർത്ത് കഴിക്കാം. എളുപ്പത്തിലുണ്ടാക്കാം. ഞാനിവിടെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കത്തിരിക്ക 2 ഇടത്തരം സൈസിലുള്ളത്, കനം കുറച്ച് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. പച്ചമുളക് 2 എണ്ണം ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചത്. വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ. വെളിച്ചെണ്ണ 4 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ആകാം. കടുക് 1/2 ടീസ്പൂൺ. വറ്റൽമുളക് 4 5. കറിവേപ്പില ആവശ്യാനുസരണം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. രസപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ എരിവിന് ആവശ്യമനുസരിച്ചിട്ട് ചേർക്കാം. കായപ്പൊടി 1/4 ടീസ്പൂൺ. പുളി പിഴിഞ്ഞെടുത്തത് 1 ടേബിൾ സ്പൂൺ. ഒരു ചെറിയ നെല്ലിക്കയുടെ പകുതി സൈസിൽ പുളി എടുത്തിട്ട് ഒരല്പം വെള്ളം 1 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുത്തത്. അപ്പോൾ നമ്മുടെ കത്തിരിക്ക പൊടി മസാല റെഡിയാക്കാം. ഒരു 2 മീഡിയം സൈസ് കത്തിരിക്കയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അഥവാ വലുതാണെങ്കിൽ ഒരു 1.5 കത്തിരിക്ക എടുത്താൽ മതി. അപ്പോൾ ഏകദേശം അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കത്തിരിക്ക അരിഞ്ഞ് വെള്ളത്തിൽ തന്നെ ഇടണം, കളർ മാറും. അല്ലെങ്കിൽ ഇത് ഒരു പ്രാവശ്യം കഴുകി എന്നിട്ട് വീണ്ടും ഫ്രഷ് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഈ സ്റ്റൈലിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ആകൃതിയിലും ആകാം. നീളത്തിന് വേണമെങ്കിലും മുറിക്കാം. ഇച്ചിരൂടെ ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണയിലും ആകാം. അപ്പോൾ പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി കഴിഞ്ഞു. കുറച്ച് വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. എണ്ണ നന്നായി ചൂടായിട്ട് നമ്മുടെ സാധാരണ ഒരു താളിപ്പ് പോലെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഈ കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഫസ്റ്റ് ചെയ്യാൻ പോണ കാര്യങ്ങൾ. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങട്ടെ. എന്നിട്ട് 2 3 4 വറ്റൽമുളക് മുറിച്ചിടാം. പിന്നെ കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില. അതിൽ പക്ഷേ ഇച്ചിരി വെള്ളമുണ്ട്, അത് കാരണം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. കടുക് പൊട്ടി തുടങ്ങി. ഇനി കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. അപ്പോൾ ഒരു പ്രത്യേക മണമാണ്. ഈ സമയം വെളുത്തുള്ളി, ഇത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ വെളുത്തുള്ളിയും കായപ്പൊടിയും കൂടി ആഹാ എന്താ മണം, രക്ഷയില്ലാത്ത മണം. ഇനി 2 കാര്യങ്ങൾ. പച്ചമുളക്, സവാള. പച്ചമുളക് ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചത്. പച്ചമുളകും ചേർത്ത്. വെളുത്തുള്ളി എല്ലാം പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് തുടങ്ങും. നോക്കൂ, കളറെല്ലാം മാറി തുടങ്ങി. നല്ല മണം എന്ന് വെച്ചാൽ നല്ല മണം, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയായിരുന്നു, ഒരെണ്ണം ഹാഫ് സ്ലൈസസ്. അപ്പോൾ ഇതിലേക്ക് ആദ്യമേ തന്നെ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് സവാളയെല്ലാം പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ കുറച്ച് കളർ മാറുന്ന രീതിയിൽ ആയി വരട്ടെ. ഇതിനൊരു പക്ഷേ കുറച്ചുകൂടെ എണ്ണ ചേർക്കുന്നതാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റിന് നല്ലതായിട്ട് കയറി വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി കളർ ചെറുതായി മാറി തുടങ്ങുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന കത്തിരിക്കയുടെ പീസസും കൂടി വെള്ളത്തിൽ നിന്നും പിഴിഞ്ഞിടാം. പെട്ടെന്ന് വാടുമ്പോൾ തന്നെ വേകുന്ന കാര്യമാണ് കത്തിരിക്ക. ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കറികളുടെ സൈഡ് ഡിഷായിട്ട് പറയാം. ചോറിനൊക്കെ പറ്റിയ കറിയാണ്. സവാളയുടെ ഒക്കെ നിറം ചെറുതായി മാറാൻ തുടങ്ങുന്നു. ഈ ഒരു സ്റ്റേജിൽ കത്തിരിക്കയുടെ പീസസ് വെള്ളത്തിൽ നിന്നും പിഴിഞ്ഞിടും. ഇത് വലിയൊരു കത്തിരിക്ക ഒരെണ്ണത്തിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്.
ഇതിലെല്ലാം കൂടി കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ ഇതേ നോക്കൂ, നല്ല മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതേ കളറിലെല്ലാം മാറി, കത്തിരിക്കയെല്ലാം പാകത്തിന് വെന്തു, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഈ ഒരു സമയത്ത് കുറച്ച് പുളി, ഒരല്പം പുളി വെള്ളം ഒഴിക്കുന്നു, ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച്. ഒരു ചെറിയ നെല്ലിക്കയെന്നൊന്നും പറയാൻ പറ്റില്ല, അതിൻ്റെയും പകുതി ഇച്ചിരി വെള്ളത്തിൽ പിഴിഞ്ഞെടുത്താണ് ആവശ്യത്തു. അതും കൂടി ഒന്ന് ഡ്രൈ ആകട്ടെ, ആ വെള്ളം ഒന്ന് വറ്റണം, ആ പുളിയുടെ. കൂടാണ്ട് ഒരല്പം ശർക്കര, 1/4 ടീസ്പൂൺ, അത്ര മതി. അതും കൂടി ചേർക്കും. ശർക്കരയ്ക്ക് മതി, ഇച്ചിരി പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും മതി. എല്ലാം കൂടി ഒരു ബാലൻസിങ് ആകും. ഇതിപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞു, പുളിയെല്ലാം അതിലിങ്ങനെ പിടിച്ചു. ഇനിയാണ് നമ്മൾ പൊടി ചേർക്കുന്നത്. ഇതൊരു പൊടി മസാലയാണ്, കത്തിരിക്ക പൊടി മസാല. ഈ പൊടി എന്ന് പറയുന്നത് ഇച്ചിരി സ്പൈസി പൊടിയാണ്. ഈ പൊടി രസപ്പൊടിയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ രസപ്പൊടിയാണ്, പക്ഷേ നമുക്ക് കടയിൽ വാങ്ങാനും കിട്ടും. രസം പൗഡർ എന്ന് പറഞ്ഞ പാക്കറ്റിൽ കിട്ടുമല്ലോ, സാമ്പാർ പൊടി പോലെ രസപ്പൊടിയും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് രസപ്പൊടി അല്ലെങ്കിൽ സാമ്പാർ പൊടി ചേർത്താലും മതി. ഇതിപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ രസപ്പൊടി ചേർക്കുന്നു. അപ്പോൾ ഇച്ചിരി സ്പൈസി ആയിട്ട് നിറച്ച് അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, മല്ലി, മുളക്, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ എന്താ പറയുക, കടലപ്പരിപ്പ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടി ചേർത്തിട്ട് വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്ലേവറും നമുക്കിതിൽ കിട്ടും. ആഹാ, നല്ല മണം, രക്ഷയില്ലാത്ത മണം. കുറച്ച് ഫ്രഷ് കറിവേപ്പില കുറച്ചുകൂടി ഇരുന്നു. വാടി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല, പക്ഷേ ഇത് ഒരു 4 പേർക്കെല്ലാം കഴിക്കും അത്യാവശ്യം. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീ ഓഫ് ചെയ്യാം. ഇത് എത്രത്തോളം സ്പൈസി ആകണം അതനുസരിച്ചിട്ടാണ് നമ്മൾ പൊടിയിടുന്നതും പച്ചമുളക് ചേർക്കുന്നതും എല്ലാം. അങ്ങനെ നമ്മുടെ കത്തിരിക്ക പൊടി മസാല ഈസ് റെഡി. ഡ്രൈ ആണ്, പിന്നെ എന്താ പറയുക, മെഴുക്ക് വരട്ടിയൊക്കെ പോലെയാണ്, കുഴഞ്ഞല്ല ഇരിക്കുന്നത് ഈ ഒരു പാകം. ഇത് നല്ല തൈര് സാദത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ ചോറും തൈരും, അല്ലെങ്കിൽ ചോറും മോരിൻ്റെയും കൂടെ സൈഡായിട്ട് വെച്ച് കഴിച്ചു പോകുമ്പോൾ എക്സലൻ്റ് ആയിരിക്കും. എന്തായാലും ഇത് ഒരു 1.5 എരിവുള്ളൊരു ഐറ്റമാണ്. ഞാൻ അത്രയും സ്പൈസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ എന്താ പറയുക, ആ ഒരു എരിവിൻ്റെ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നല്ല മണവും രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റും. തന്നെ കത്തിരിക്കയ്ക്ക് പകരം വേണമെങ്കിൽ കോവയ്ക്ക ഇതേപോലെ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വഴുതനങ്ങയിൽ ചെയ്യാം, വെജിറ്റബിൾസിലെല്ലാം ചെയ്യാം. അങ്ങനെ സ്വാദിഷ്ടമായ കത്തിരിക്ക പൊടി മസാല റെഡി. ഞാൻ പറഞ്ഞല്ലോ, ഏത് വെജിറ്റബിളും ഇത് ചെയ്യാം. പിന്നെ എരിവ് ഇഷ്ടമനുസരിച്ച് ആയിക്കോളൂ. ഞാനിപ്പോൾ രസപ്പൊടി ഇത്രയും ചേർത്തു, 1 ടേബിൾ സ്പൂണോളം. നിങ്ങൾക്ക് അത്ര വേണമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളോട് കൂടി ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഇത്. വൈറ്റ് റൈസാണ് ഇതിന് ഏറ്റവും നല്ലത്. നല്ല വെള്ളച്ചോറ്, തൈര്, ഈ ഒരു കാര്യം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പപ്പടം പോലും വേണ്ട. ഓക്കെ, എന്തായാലും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ സിമ്പിളായിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. ട്രഡീഷണൽ വിഭവമാണ്, പക്ഷേ കുറച്ച് വ്യത്യാസത്തോടു കൂടി ചെയ്തു. നമ്മുടെ കുമ്പിളപ്പം അത് റവയിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ഞാൻ നോക്കിയത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. രണ്ടാമത് കാണിച്ചതും അതിനെക്കാട്ടിലും സിമ്പിളായിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്, ചോറിനൊക്കെ പറ്റിയ കാര്യമാണ്, കത്തിരിക്ക പൊടി മസാല. അപ്പോൾ തീർച്ചയായിട്ടും 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.